ഞാനൊക്കെ കണ്ടിരിക്കുന്നത് ഇതിന്റെ ചെറിയ സൈസ് ചെമ്മീൻ ഞങ്ങൾക്ക് പണ്ട് കിട്ടിയിരിക്കുന്നത്. ഇത് പക്ഷെ മുഴുത്ത ചെമ്മീനാണ്. ചെമ്മീൻ പൊളിക്കാനായിട്ട് പോകാം. ഇത് നമ്മൾ തോട് പൊളിച്ച് അതിനകത്തെ നൂലെടുത്ത് കളഞ്ഞില്ലെങ്കിൽ വയറിനകത്ത് വേദന ഉണ്ടാകും. അപ്പം നമ്മൾ ഇതിന്റെ തോട് പൊളിച്ച് ഇതിനകത്തെ നൂലും കളഞ്ഞ് കഴുകി വൃത്തിയാക്കിക്കൊണ്ടാണ് ഇനി നമ്മൾ വരാൻ പോകുന്നത്. അപ്പം ചെമ്മീൻ തോട് കളയുകയാണ്. അതിനകത്ത് ഒരു നൂലുണ്ട്. ആ നൂലിങ്ങനെ പൊളന്ന് നമ്മൾ എടുത്ത് കളയുക. കണ്ടോ? ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേന് അതിൻ്റെ തോട് മുഴുക്ക പോരും. കണ്ടോ? ഇതുപോലെ നല്ലതായിട്ട് വൃത്തിയാക്കി എടുക്കണം നമ്മൾ. ചെമ്മീൻ വറുത്തരച്ച് വെക്കേണ്ടതുണ്ട്. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് എരിവുള്ള മുളക് പൊടിയാണ്, അത് വേണം. പിന്നെ കാശ്മീരി പൊടി, ഉപ്പ്, മഞ്ഞൾ, മല്ലിപ്പൊടി, കടുക്, കൊടംപുളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തേങ്ങ. അത് കൊത്തിയിടാനായിട്ടാണ് തേങ്ങ കേട്ടോ. ആവശ്യത്തിന് ഉള്ളി, പിന്നെ വെളിച്ചെണ്ണ, വെള്ളം. അപ്പം നല്ല കല്ലുപ്പിട്ടാണ് ഇത് കഴുകാൻ പോകുന്നത്, ഉളുമ്പ് വയ്ക്കാതിരിക്കാൻ. ഇതുപോലെ ഒരു 3-4 പ്രാവശ്യം കഴുകണം. ചെമ്മീൻ തീയിൽ വെക്കാണ്ട് വറക്കാൻ പോവുകയാണ്. കളറ് ഒരു 6 വരും. തേങ്ങ മൂത്ത് വരുമ്പോഴത്തേന് നേരം ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ തേങ്ങ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തീയിൽ നോക്കുന്നത് ഇച്ചിരി കൂടെ നോക്കണം, കളറ് കിട്ടത്തില്ല. ഇതുപോലെ ബ്രൗൺ കളറായി വരണം. കണ്ടോ? ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവേ. കാശ്മീരി മുളക് പൊടിയാണ്, അതൊരു 3 സ്പൂണ്. സാധാ മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ. 1.5 സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ചേർത്തത്. മഞ്ഞൾപ്പൊടി കുറച്ച്. ഇത് കണ്ടോ? ഇതുപോലെ ഇരിക്കും. നമ്മളെല്ലാ സാധനങ്ങളും ഇട്ട് മൂപ്പിച്ച് കഴിയുമ്പോൾ, ഇതിനി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. തേങ്ങ നമ്മൾ വറുത്ത് വെച്ചത് ചൂടാറി അരച്ചോണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ചട്ടി അടുപ്പയിലേക്ക് വെക്കാം. അപ്പം ചട്ടി ചൂടായിട്ടുണ്ട്, നമ്മൾ എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് കടുകിടാം. കടുകിട്ട് കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇട്ടേ? ഇഞ്ചി ഇട്ടു. ഇഞ്ചി ഇട്ടാക്കട്ടെ. നമ്മൾ അന്നേരം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതിനോടുകൂടി തന്നെ ശകലം വെളുത്തുള്ളി, ഒത്തിരി വെളുത്തുള്ളി ചേർക്കുക. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി ചേർത്താലാണ് നമ്മൾ സവോളയൊക്കെ നല്ല ഉള്ളി ചേർത്ത് വെക്കുന്നതാണ്, അതിനാണ് ടേസ്റ്റ് കൂടുതൽ. ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് നമുക്ക് കറിക്ക്. ഇപ്പം തേങ്ങ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. കരിവേപ്പിലയും കൂടെ കൂടത്തിൽ അതിൻ്റെ കൂടെ നമുക്ക് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കഴിയുമ്പോഴത്തേനാണ് അതിൻ്റേതായ ടേസ്റ്റ്. നല്ല പച്ച കരിവേപ്പിലയാകുമ്പോൾ നല്ല മണവും
രുചി കൂടാൻ വേണ്ടി ഉള്ളി തേങ്ങ എല്ലാവരുടെയും മൂത്ത് വന്നിട്ടുണ്ട്. അന്നേരത്തേന് നമുക്ക് ഇനി പരിപ്പ് ചേർത്ത് കൊടുക്കാം. കുടംപുളി കണ്ടോ, ഇല്ല, നാടൻ കുടംപുളിയാണ് കുടംപുളി ഇട്ട് വെച്ച ചെമ്മീൻ കറിയാണ്. കഴുകി വൃത്തിയായിട്ട് മാറ്റി വെച്ച ചെമ്മീൻ നമ്മൾ ഇനിയിപ്പോൾ അരപ്പിനകത്തേക്ക് ഇടുകയാണ്. ശകല ഉപ്പും കൂടെ ആവശ്യത്തിന് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് വഴന്ന് വരാൻ വേണ്ടി നമ്മൾ ഉപ്പിട്ട് കൊടുത്തായിരുന്നു. അപ്പം കാര്യങ്ങളെല്ലാം ഇത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയിലിട്ട് മൂടി വെക്കാം. വാഴയില ഇട്ട് മൂടുമ്പോൾ ഒന്നും കൂടെ അതിനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം മൂടി ഒന്ന് നമുക്ക് പൊക്കി നോക്കിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ആയി വരുന്നുണ്ട്. നമുക്ക് ശകലം കരിവേപ്പില ഇട്ട് ചെമ്മീൻ തീയൽ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം അടുപ്പേന്ന് നമ്മൾ ഇറക്കി വെക്കുക.